ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്കറ്റ് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് 2026 T20 വേൾഡ് കപ്പിൽ സൂപ്പർ 8 ഇന്ത്യ ആദ്യമായിട്ട് ഇറങ്ങുകയാണ്. കരുത്തരായ സൗത്ത് ആഫ്രിക്കയാണ് എതിരാളി. നമുക്കറിയാം, നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ് നരേന്ദ്രമോദി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് മാച്ച് ആരംഭിക്കുന്നത്. 2024 വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇതേ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഒരു ക്ലോസായ മാർജിനിൽ ഇന്ത്യ കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിന് വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് സൗത്ത് ആഫ്രിക്കൻ നിര എന്ന് പറയുന്നത്. ഇന്ത്യയും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ തന്നെ എല്ലാ കളിയും ജയിച്ച് ആധികാരികമായിട്ടല്ലെങ്കിൽ പോലും പല കളിയിലും ആധികാരികമായി ജയിച്ച് തന്നെയാണ് സൂപ്പർ 8 കടന്നിട്ടുള്ളത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഒരു 210 സൂര്യകുമാർ യാദവ് കഴിഞ്ഞ നെതർലാൻഡായിട്ടുള്ള മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്ത സമയത്ത് ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഈ ബാറ്റിംഗ് ഫസ്റ്റ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തവണ ടോസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ സൂര്യകുമാർ ബാറ്റിംഗ് എടുക്കുമോ ബോളിംഗ് എടുക്കുമോ എന്നുള്ളൊരു ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഡ്യൂവിൻ്റെ എഫക്റ്റ് ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റിംഗ് എടുക്കാൻ ഒരു കുറച്ചും കൂടി പ്ലസ് കിട്ടും എന്ന് ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് തന്നെയായാലും ഫസ്റ്റ് ബാറ്റിംഗ് ആണോ സെക്കൻഡ് ബാറ്റിംഗ് ആണോ എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സഞ്ജു വി സാംസൺ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമോ എന്നതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകനും പത്രസമ്മേളനത്തിൽ സൂര്യകുമാർ യാദവിന് ചോദിച്ചു, സഞ്ജു വി സാംസൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് ശർമ്മയെ മാറ്റിയിട്ടാണോ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. 1 ഡൗണിൽ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ തിലക് വർമ്മയെ മാറ്റണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, തിലക് വർമ്മേനെയും അഭിഷേക് ശർമ്മേനെയും പ്ലേ 11 നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് താല്പര്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടീം മാനേജ്മെൻറ്റിനോ കോച്ചിനോ ക്യാപ്റ്റനോ ഒന്നും തന്നെ അത് താല്പര്യമില്ല. അവരെ വീണ്ടും അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അഭിഷേക് ശർമ്മ നമുക്കറിയാം, ലോകത്തിലെ നമ്പർ 1 T20 ബാറ്റ്സ്മാനാണ്. അദ്ദേഹം കഴിഞ്ഞ 3 കളിയും ഡെക്കിന് പുറത്ത് പോയിട്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഫോമായി കഴിഞ്ഞാൽ വളരെ വേഗം സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞത്. പല വട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തവണയും അവസരം കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. അവരുടെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദക്ഷിണാഫ്രിക്കൻ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏജൻ മാക്രോം ഡിക്കോക്കും തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അപ്പം മാക്രോ നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റിൽ മികച്ച ഫോമിലാണ്. ഏതായാലും 4 കളിയിൽ നിന്ന് തന്നെ ഒരു 2 അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 178 റൺസ് സ്കോർ ചെയ്യാനായിട്ട് ഇതിനകം തന്നെ ഏതൻ മാക്രത്തിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ ക്യാപ്റ്റനാണ്. മാത്രമല്ല നല്ലൊരു ഓപ്ഷനർ കൂടിയാണ് ഏതൻ മാക്രോ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ ഒരു 8 പ്ലേയേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ 6 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തുടക്കത്തിൽ ഒരു ഓപ്ഷനർ ബോൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പവർ പ്ലേ തന്നെ 2 ഓവർ മാക്രം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെതർലാൻഡിനെതിരെ നമുക്കറിയാം, നെതർലാൻഡ്സ് ഇന്ത്യക്കെതിരെ കളിച്ച സമയത്ത് ആര്യൻ ഡക്ക് എന്ന് പറഞ്ഞ പ്ലെയർ ഓസ്പിന്നറായിട്ട് അദ്ദേഹം ബോൾ ചെയ്യുന്നു. പാകിസ്ഥാനെതിരെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സൽമാൻ അൽഖ ബോൾ ചെയ്യുന്നു. അങ്ങനെ അതിലൊക്കെ വിക്കറ്റ് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നേടുവാൻ ആ ടീമുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷനർ ആയിരിക്കും ഓവർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പവർ പ്ലേ തന്നെ 2-3 ഓവർ ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഏതൻ മാക്രോവും ഡിക്കോക്ക് ഇപ്പോൾ നമുക്കറിയാം കുറച്ച് നാളായിട്ട് അത്ര ഫോമിലൊന്നും അല്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ദിവസത്തിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ക്വിൻ്റൺ ഡിക്കോക്ക്, നമുക്കറിയാം. അതിനുശേഷം റിക്കൽട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്രീസ് ഉണ്ട്, സ്റ്റെഫ്സ് ഉണ്ട്. അങ്ങനെ ഒരു കരുത്തുറ്റ ബാറ്റിംഗ് തരാം. അതുപോലെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡേവിഡ് മില്ലർ അവരുണ്ട്, മാക്രോ ജാപ്സൺ ഉണ്ട്, കോളിൻ ബാഷ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളി ജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും സൗത്ത് ആഫ്രിക്ക വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. നമുക്ക് കജാസോ റബാഡ ഈ അടുത്ത കാലമായിട്ട് അദ്ദേഹം നന്നായിട്ട് റണ്ണ് വിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഏത് സമയത്തും വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് കജാസോ റബാഡ. അത് ലുങ്കി ഇംഗിഡി നല്ലൊരു ഫാസ്റ്റ് ബോളറാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നന്നായിട്ട് കളിക്കുന്ന ഒരു ബോളറാണ് ലുങ്കി ഇംഗിഡി. അതുപോലെ തന്നെ കേശവ് മഹാരാജാണ് അവരുടെ സ്പിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോളിങ് ഇന്ത്യയിൽ എത്രത്തോളം ഇന്ത്യക്കെതിരെ ഫലപ്രദമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാലും അദ്ദേഹം നന്നായിട്ട് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ് കേശവ് മഹാരാജ്. പിന്നെ അവർക്ക് ജോർജ് ലിങ്ടൺ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. അദ്ദേഹത്തെ ഇനിയിപ്പം ഉൾപ്പെടുത്തുമോ എന്നുള്ളത് കണ്ടറിയണം. എങ്കിൽ തന്നെയും അവർക്ക് നല്ല ബോളിങ്ങിലും ബാറ്റിങ്ങിലും നല്ലൊരു കരുത്തുറ്റ ഒരു നിര തന്നെയാണ് സൗത്ത് ആഫ്രിക്കയുള്ളത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച അത്ര എളുപ്പമായിരിക്കില്ല ഒരിക്കലും സൗത്ത് ആഫ്രിക്കയായിട്ട് കളിക്കുമ്പോൾ എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്ലേയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇഷാൻ കിഷൻ്റെ ഒരു ഫോമാണ് നമുക്കിപ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ലോകകപ്പ് ടീമിൽ ഇടം കണ്ടെത്തുകയും ആ ഒരു അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയുകയും ചെയ്ത ഒരു പ്ലെയറാണ് ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഡൈനാമോ എന്നറിയപ്പെടുന്ന ഇഷാൻ കിഷൻ്റെ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് തുടക്കം അത് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാണ്. പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണത്. അതേ ഫോമിലേക്ക് ആ ഒരു നിരയിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് തന്നെ അഭിഷേക് ശർമ്മയും അദ്ദേഹത്തിന് പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പവർ പ്ലേ തന്നെ ഒരു 100 റൺസ് നേടിയാൽ പോലും അതിശയിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ തിലക് വർമ്മ നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ആങ്കറിങ് റോളിൽ അല്ലെങ്കിൽ റണ്ണേ ബോൾ എന്ന സിസ്റ്റത്തിലാണ് അദ്ദേഹം കളിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന നിർദ്ദേശവും അത് തന്നെയാണെന്നുള്ളതാണ്
പറയപ്പെടുന്നത്. അതുപോലെ സൂര്യകുമാർ യാദവ് നമുക്കറിയാം ഈ ഒരു ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് മുന്നേ വളരെ ഫോം ഔട്ടായിരുന്നു. ഇപ്പം ന്യൂസിലൻഡ് പരമ്പരയിൽ അദ്ദേഹം തിളങ്ങി, അത് T20 വേൾഡ് കപ്പിൽ അതേ ഫോം തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോം ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ബാറ്റ്സ്മാൻ ഹാർദിക് പാണ്ഡ്യ, നമുക്കറിയാം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെ തന്നെ ഇന്ത്യക്കൊരു ഫില്ലർ അല്ലെങ്കിൽ ഇന്ത്യനെ ഒരു താങ്ങി നിർത്തുന്ന ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. ഏത് സമയത്ത് ബാറ്റിംഗ് കൊണ്ടോ ബോൾ കൊണ്ടോ ഒരുപോലെ മാജിക്കുകൾ കാണിക്കാൻ കഴിയുന്ന ഒരു ബോളർ, ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശുഭൻ ദുബൈ നമുക്കറിയാം. ശുഭൻ ദുബൈ ആയാലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബാറ്റിങ്ങിൽ നമുക്കറിയാം വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാനായിട്ട് ഒരു ഫിനിഷിംഗ് റോളിലേക്ക് വന്നിട്ട് ഒരു മിഡിൽ ഓവറുകളിൽ സ്പിന്നിനെ തന്ത്രപൂർവ്വം നേരിട്ടുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ശുഭൻ ദുബൈ. അതുപോലെ അസർ പട്ടേലുണ്ട്. അസർ പട്ടേലും ഇതുപോലെ തന്നെയാണ്, ബാറ്റിംഗ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് അസർ പട്ടേൽ. ഒരു തന്ത്രശാലിയായിട്ടുള്ള ഒരു ബോളറാണ്. ബോളറായിട്ടാണെങ്കിൽ തന്ത്രശാലിയായിട്ടുള്ള ബോളറാണ് അസർ പട്ടേൽ എന്ന് പറയുന്നത്. ബാറ്റ് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് അസർ പട്ടേൽ എന്ന് പറയുന്നത്. റിങ്കു സിംഗ് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നു റിങ്കു സിംഗ്. പക്ഷേ ആദ്യത്തെ 2 കളി അദ്ദേഹം ഒരുപാട് ബോളുകളിൽ നിന്നാണ് കുറച്ച് റൺ എടുത്തെങ്കിൽ കഴിഞ്ഞ കളി നമ്മൾ കണ്ടിട്ടുള്ളൂ, ഒരു 4-5 ബോളിൽ നിന്ന് തന്നെ 10 മേലെ റണ്ണ് സ്കോർ ചെയ്യാൻ അദ്ദേഹം സാധിക്കുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ഫിനിഷ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ റിങ്കു സിംഗ്. ബൗണ്ടറികളും സിക്സറുകളും ഒക്കെ നേടാൻ കഴിയുന്നൊരു പ്ലെയറാണ് റിങ്കു സിംഗ്. ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നെങ്കിൽ നമുക്കറിയാം, നമ്മൾ ജസ്പ്രീത് ബുംറയാണ് നമ്മുടെ ഒരു ബജ്രായുധം എന്ന് പറയുന്നത്. ആ ബുംറ ഇടക്കാലം കൊണ്ട് ഇച്ചിരി ഫോം ഔട്ടായി അല്ലെങ്കിൽ ഇച്ചിരി ഏറെ റണ്ണ് വിട്ട് കൊടുത്തെങ്കിൽ പോലും ഏത് നിമിഷവും തിരിച്ചു വരാൻ കഴിയുന്ന ഒരു ബോളറാണ് ബുംറ എന്ന് പറയുന്നത്. വിക്കറ്റിങ് അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും എക്കണോമിക്ക് നോക്കുമ്പോൾ റൺസ് ഓരോ 4 ഓവർ എറിഞ്ഞ ഒരു 16-17 റൺസ് അല്ലെങ്കിൽ 20 താഴെ റൺസ് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ബോൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോളിങ്, അദ്ദേഹത്തെ എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക നേരിടുന്നത് എന്നുള്ളതാണ് ഈ കളിയിലെ ടേണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി, ഇന്ത്യ T20 ഫോർമാറ്റിലെ ലോകത്തിലെ നമ്പർ 1 ബോളറാണ്, സ്പിൻ മാന്ത്രികനാണ് വരുൺ ചക്രവർത്തി. അദ്ദേഹത്തിന് ഗൂഗിളിൽ ഡീകോഡ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ റീഡ് ചെയ്യാനായിട്ട് ഇപ്പോഴും പല ലോകത്തിലെ തന്നെ മികച്ച പല ബാറ്റ്സ്മാൻമാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓവറും ഇന്ത്യക്ക് നിർണായകമാണ്. ഇപ്പോൾ ഈ 2 ഓവർ, ഈ ബുംറയുടെയും വരുൺ ചക്രവർത്തിയുടെയും ഓവർ എത്രത്തോളം ഫലപ്രദമായിട്ട് കളിക്കാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന അടിസ്ഥാനത്തിലേക്ക് ഈ കളിയുടെ തന്നെ റിസൾട്ട് നിർണ്ണയിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് അശ്വദീപ് സിംഗ് ആയാലും ഫസ്റ്റ് ഓവറുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വിങ് കൊണ്ട് കൃത്യമായിട്ട് വിക്കറ്റ് നേടാൻ കഴിയുന്ന ഒരു ബോളറാണ് അശ്വദീപ് സിംഗ്. അങ്ങനെ ഒരു നല്ലൊരു ബോളിംഗ് നിര ഇന്ത്യക്കുണ്ട്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് നിര ഇന്ത്യക്കുണ്ട്. 4 കളികളും 4 വ്യത്യസ്തമായ താരങ്ങളാണ് ഇന്ത്യക്ക് മാൻ ഓഫ് ദ മാച്ച് ആയത്. അതുകൊണ്ട് തന്നെ ഒരു ടീമായിട്ട് തന്നെയാണ് ഇന്ത്യ കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വളരെ നല്ലൊരു മത്സരം, ഒരു വാശിയും വീറും നിറഞ്ഞ ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള മത്സരം തന്നെ ആയിരിക്കും ഇന്ത്യൻ സൗത്ത്. തീ പാറും, അക്ഷരാർത്ഥത്തിൽ തീ പാറും. നമ്മൾ പാകിസ്ഥാനെതിരെ മത്സരത്തിൽ തീ പാറുന്ന പോരാട്ടമാണെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരു തരത്തിലുള്ള തീയും പാറിയില്ല എന്ന് മാത്രമല്ല, കളി 1 സൈഡായിട്ട് മാച്ച് ഇന്ത്യ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയുടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. എല്ലാ സൈഡ് കൊണ്ടും ഒരു ചെറിയ പിഴവ് പോലും വരുത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ടീം ഇന്ത്യക്ക്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഏത് ടീമിനും ആയാലും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇടിച്ചു നിൽക്കുന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ നടക്കാൻ പോകുന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മത്സരത്തിൽ, ഈ നെതർലാൻഡായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ ഈ അവർ പിച്ചൊരുക്കുന്ന സമയത്ത്, ക്യൂറേറ്റർമാർ പിച്ചൊരുക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, അങ്ങനെ 2 സോയിലുണ്ട്. ഈ റെഡ് സോയിലാണെങ്കിൽ നന്നായിട്ട് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചായിരിക്കും. ബ്ലാക്ക് സോയിലാണെങ്കിൽ അത്രത്തോളം ബാറ്റിംഗ് അനുകൂലമായിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യക്ക് നെതർലാൻഡ്സിനെതിരെ കളിച്ച സമയത്ത് ബ്ലാക്ക് സോയിലാണ്. അതുകൊണ്ടാണ് ആ പിച്ചിൽ ഒരു 190+ എന്നുള്ള ഒരു അത്ര സ്കോറിലേക്ക് ഇന്ത്യക്ക് ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ ഒരു റെഡ് സോയിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 250-240+ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പിച്ച് കൂടിയാണ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് തരത്തിലുള്ള പിച്ചാണ്, ഏത് തരത്തിലുള്ള സോയിലാണ് അവിടെ ഒരുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയായാലും വളരെ നല്ലൊരു മത്സരം, ഒരു ബാറ്റിംഗ് വിരുന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് മികച്ചു നിൽക്കുന്ന നല്ല ബോളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബോളിംഗ് വിരുന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ത്യ സൂപ്പർ 8 വിജയിച്ച് തന്നെ തുടങ്ങട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിൽ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കപ്പടിച്ചെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ വാമപ്പ് മാച്ചിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അന്ന് ഇന്ത്യ 240 റൺസ് നേടിയപ്പോൾ 210 റൺസ് നേടാനാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചത്. ഒരു 30 റൺസിൻ്റെ ഒരു വിജയം ഇന്ത്യക്ക് നേടാൻ സാധിച്ചു. പക്ഷേ ആ ഒരു ഇതൊന്നും അല്ലാതെ തന്നെ ഇപ്പം ഗ്രൂപ്പ് കട്ടൊക്കെ കഴിഞ്ഞു. ഇന്ത്യ ആധികാരികമായിട്ടല്ല പല മത്സരങ്ങളും ജയിച്ചെങ്കിലും സൗത്ത് ആഫ്രിക്ക വളരെ ആധികാരികമായിട്ട് ജയിച്ചു. അഫ്ഗാനിസ്ഥാനായിട്ട് മാത്രമാണ് 2 സൂപ്പർ ഓവർ വന്നിട്ട് അവരങ്ങനെ ജയിക്കേണ്ടി വന്നത്. ബാക്കിയെല്ലാം മികച്ച വിജയങ്ങളായിരുന്നു സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചോളം. അതുകൊണ്ട് തന്നെ 2 ടീമിനും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് തീ പാർന്ന ഈ മത്സരം ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇന്ത്യ ജയിച്ച് ഇന്ത്യ മികച്ച രീതിയിൽ സെമിയിലേക്ക് മുന്നേറട്ടെ, അങ്ങനെ കപ്പടിക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ടീം പോലും ഇന്നേ വരെ കപ്പ് നിലനിർത്തിയിട്ടില്ല എന്നുള്ള ചരിത്രമുണ്ട്. അങ്ങനെ നോക്കുമ്പം
നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യ ആയതുകൊണ്ട് ഈ തവണ ഇന്ത്യക്ക് കപ്പടിക്കാൻ സാധിച്ചാൽ അതൊരു ചരിത്ര നേട്ടമാണ്. മറ്റൊരു കാര്യം, ആധികാരികത ഒരു മത്സരത്തിൽ ഒരു ആധികാരിക ജയം ഇന്ത്യക്ക് നേടാൻ സാധിച്ചാൽ മാത്രമാണ് സെമിയിലേക്കുള്ള ഒരു മുന്നേറ്റത്തിന് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാവുള്ളൂ. ഒരു ക്ലോസ് മാർജിനുള്ള വിജയം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരരുത്. ഇന്ത്യക്ക് വളരെ മികച്ച ഒരു വിജയം തന്നെ ലഭിക്കണം. നമുക്കറിയാം, അടുത്ത ഈ മത്സരത്തിൽ, ഈ സൂപ്പർ 8 ഇന്ത്യക്ക് നേരിടാനുള്ളത് സിംബാബ്വേയും വെസ്റ്റ് ഇൻഡീസിനെയാണ്. സിംബാബ്വെ അതിശക്തമായ ഫോമിലാണ്. അപ്പം നമ്മൾ കണക്ക് നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക അത്ര ശക്തന്മാരല്ല നമ്മൾ പറയുമെങ്കിലും ക്രിക്കറ്റാണ്, എങ്ങനെ വരുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ലൊരു വിജയം നേടിക്കൊണ്ട് റൺ റേറ്റൊക്കെ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. മറ്റൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഏത് രാജ്യമാണോ ആതിഥേയത്വം വഹിക്കുന്നത് ആ രാജ്യം ഇന്നേ വരെ T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു ചരിത്രമാണ് T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഇന്ത്യക്ക് പ്രതികൂലമാണ്. കാരണം ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഇത്തവണയും ഈ ആതിഥേയത്വം വഹിക്കുന്നത്, അല്ലെങ്കിൽ കോസ്റ്റിംഗ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കപ്പ് നേടാൻ സാധിച്ചാൽ അതും ഒരു ചരിത്രം തന്നെയാണ്. എന്തായാലും ഇന്ത്യക്ക് കപ്പ് നേടാൻ സാധിക്കട്ടെ. ദക്ഷിണാഫ്രിക്കയായിട്ട് നല്ലൊരു മത്സരത്തിലൂടെ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ശേഷം വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.